ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ബെഡ്റൂം മേക്ക് ഓവറിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ലോ കോസ്റ്റിൽ എങ്ങനെ നമ്മുടെ ബെഡ്റൂമൊക്കെ അടിപൊളിയാക്കി എടുക്കുക എന്നുള്ളൊരു വീഡിയോ കൂടിയിട്ടാണിത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബെഡ്റൂമിൻ്റെ ഇപ്പോഴത്തെ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിതിന് മുമ്പ് ഒരു 2 months ബിഫോർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ബെഡ്റൂം മേക്ക് ഓവറിൻ്റെ. അപ്പോൾ അത് കാണാത്തവർ അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. ഇതിപ്പോൾ ഞാൻ 5 ദിവസം മുന്നേ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിവിടെ ഗസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ എഡിറ്റിംഗ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു ഭാഗം കൂടെ ഞാനിന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഡെക്കർ പീസൊക്കെ ഉണ്ടാക്കേണ്ടതുണ്ടായിരുന്നു. അത് ആ ഒരു കാര്യം മാത്രമാണ് ഇപ്പോൾ ഞാനിന്ന് ചെയ്തിട്ടുള്ളത്. ബാക്കി മേക്ക് ഓവറൊക്കെ ഞാൻ 5 days നേരത്തെ തന്നെ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ബെഡ്റൂമിൻ്റെ കട്ടിലിൻ്റെ അടിയിൽ തന്നെയാണ് നമ്മുടെ പെട്ടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഏരിയാസ് ഇപ്പോൾ ഞാനിതിൽ കാണിക്കുന്ന ഇങ്ങനെയുള്ള ഏരിയാസൊക്കെ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കാത്ത കുറച്ച് ഏരിയാസാണ്. അപ്പോൾ അവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ പൊടികളൊക്കെ ഇതാക്കിയിട്ടുണ്ട്. നമ്മുടെ ചുമരിൽ തന്നെ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിലും നല്ല രീതിയിൽ പൊടി ഉള്ളൊരു ഏരിയ ആണ്. അതുപോലെ സ്വിച്ച് ബോർഡിൻ്റെ ഇവിടെ ആ ഒരു ഏരിയയിലൊക്കെ അപ്പോൾ നമ്മൾ ഇന്നൊരു നല്ല രീതിയിൽ തന്നെ ഒരു ഫുൾ ഡീപ്പ് ക്ലീനാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആ ഒരു മേക്ക് ഓവറിലേക്ക് പോകാം. അതിനു മുമ്പ് എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ റൂമിൽ വെച്ചിട്ടുള്ള പ്ലാന്റ്സ്, ഡെക്കർ ഐറ്റംസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വയ്ക്കേണ്ടതാണ്. പിന്നെ നമ്മുടെ ബ്ലാങ്കറ്റ്, പില്ലോസ് ഇതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഇത് കുഞ്ഞു ബെഡ്റൂമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏരിയ കുറവാണ്. അതുകൊണ്ട് നമ്മളെ ചുമരിൻ്റെ അടുത്തുള്ള ആ ഒരു ഏരിയയൊക്കെ ഒന്ന് ഫ്രീ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കട്ടിലൊക്കെ ഒന്ന് നീക്കിയിടുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞ് നമുക്ക് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ട് ബാക്കി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് തുടങ്ങാം. അപ്പോൾ ഞാനിത് നീക്കുമ്പോൾ കുറേ ദിവസം മുന്നേ കാണാതായിപ്പോയ കുറേ സാധനങ്ങൾ ഇതിൻ്റെ അടിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് കാണിച്ചു തരാം. കുഞ്ഞു മക്കളൊക്കെ ഉള്ള ഉമ്മമാർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയിട്ടാണിത്. അപ്പോൾ എന്ത് കാണുന്നില്ല എന്ന് പറഞ്ഞാലും ഫസ്റ്റ് നമുക്ക് എടുക്കാനും കാണാനും പറ്റാത്ത സ്ഥലത്ത് കൂടെ ഒന്ന് നോക്കിയാൽ മതി. എല്ലാം അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ആദ്യം തന്നെ ബെഡ്ഷീറ്റും കർട്ടനൊക്കെ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മാറ്റാൻ പറ്റാത്ത വലിയ ഫർണിച്ചർ വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും റൂമൊന്ന് ഷിഫ്റ്റ് ചെയ്ത് വെക്കുന്നതാണ് എപ്പോഴും ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നല്ലത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഞാനവിടെ ബെഡ്ഷീറ്റും കർട്ടനൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഡസ്റ്റിങ് ചെയ്യാം. ആദ്യം തന്നെ ഞാൻ ഈ ഒരു ഫാനും സീലിങ്ങും കാര്യങ്ങളൊക്കെയാണ് വൃത്തിയാക്കി എടുക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ജനൽ, ചുമര് കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത്. സാധാരണ ഞാനൊരു ചെറിയ ഡസ്റ്ററും പിന്നെ അത് കഴിഞ്ഞിട്ട് ക്ലോത്തൊക്കെ വെച്ചിട്ടാണ് തുടച്ചിട്ടുണ്ടായിരുന്നുള്ളത്. അപ്പോൾ ഇത് എനിക്ക് ഫാനും എ സിയും സീലിങ്, ചുമരെല്ലാം ഞാൻ ഈ ഒറ്റൊരു പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് ചെയ്തെടുത്തുള്ളത്. ഇത് ഓഫ്ലൈൻ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ എല്ലാം ക്ലീൻ ചെയ്യാൻ ആ ഒറ്റൊരു പ്രൊഡക്റ്റ് മാത്രം മതിയാകും. ഇപ്പോൾ ഫാനൊക്കെ നല്ല രീതിയിൽ തന്നെ എനിക്ക് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. സാധാരണ ഫാനൊന്നും ഞാനല്ല ക്ലീൻ ചെയ്യൽ. അപ്പോൾ ഇത് എനിക്കും കൂടെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് സമയം കൊണ്ട് തന്നെ ഫാനും സീലിങ്ങൊക്കെ എനിക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. ഫാനൊക്കെ ക്ലീൻ ചെയ്യൽ എനിക്ക് എപ്പോഴും ഒരു ടാസ്ക്കാണ്. അപ്പോൾ അതൊക്കെ എനിക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഈ ഒരു പ്രൊഡക്റ്റിന് ഹാൻഡിലൊക്കെ നല്ല എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹാൻഡിലാണുള്ളത്. പിന്നെ അതുപോലെ ആ ഒരു ബ്രഷിൻ്റെ ഏരിയയൊക്കെ നമുക്ക് വേണ്ട രീതിയിലൊന്ന് ബെൻഡ് ചെയ്തും കൂടെ എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടിപ്പോൾ ഞാൻ ചുമരും പിന്നെ നമ്മുടെ കേർട്ടൻ്റെ ഏരിയയും അതുപോലെ തന്നെ ജനലിൻ്റെ ആ ഒരു നെറ്റിലൊക്കെ നല്ല രീതിയിൽ പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ബാക്കിയും കൂടെ ഞാനിത് വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു സിംഗിൾ ജനലിൽ ഒട്ടിച്ചിട്ടുള്ള ആ ഒരു പേപ്പറും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേപ്പറൊക്കെ നമ്മൾ പിന്നീട് ഒട്ടിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ ആ ഏരിയയും കൂടെ നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്
പിന്നെ ഇപ്പോൾ അത് കണ്ട ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെറ്റിലൊക്കെ ആ ഒരു ടോപ്പിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും നല്ല രീതിയിൽ ഡസ്റ്റ് അക്യുമുലേഷൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കി ചുമരൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഫ്ലോറും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇനി ഫ്ലോർ ക്ലീനിങ്ങിന് മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ റൂമിൽ വെച്ചിട്ടുള്ള ഹെവി ഫർണിച്ചറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളത്. ഇപ്പോൾ ഷെൽഫ് പോലെയുള്ള ഫർണിച്ചറൊക്കെ നമ്മൾ ഒരു സ്ഥലത്ത് തന്നെയായിരിക്കും വെക്കില്ല. അപ്പോൾ ആ ഒരു ഷെൽഫിൻ്റെ ബാക്ക് സൈഡിലൊക്കെ നല്ല രീതിയിൽ പൊടി ഉണ്ടാവും. അപ്പോൾ അതും കൂടെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത്, പിന്നെ അതുപോലെ ഷെൽഫിൻ്റെ ടോപ്പ് പോർഷൻ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നീക്കി വെച്ചതിന് ശേഷം മാത്രമാണ് നമ്മളിനി ബാക്കി ക്ലീനിങ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാനിതൊരു കുഞ്ഞു ബെഡ്റൂം ആയതുകൊണ്ട് ഈ ഒരൊറ്റ ഷെൽഫ് മാത്രമാണ് ഇതിൽ ഫർണിച്ചറായിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനതും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റൂമിൻ്റെ വാളും ഫർണിച്ചറെല്ലാം നമ്മൾ ഡസ്റ്റ് ഫ്രീ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലോറും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഫ്ലോർ ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ കട്ടിലിൻ്റെ അടിയിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഡസ്റ്റ് ഫ്രീ ആക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ കൂടി ചെയ്തിട്ടാണ് നമ്മൾ ഫ്ലോർ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ ഇത്രയും പൊടികളൊക്കെ നമ്മൾ ഫാനിലും ചുമരിലൊക്കെ ഡസ്റ്റ് സ്പ്രേ ചെയ്തെടുത്തപ്പോൾ കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളെ റൂമൊക്കെ കണ്ടാൽ നല്ല നീറ്റ് ലുക്കിലായിരിക്കും ഉള്ളത്. പക്ഷേ ഇങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാത്ത ഏരിയയിലൊക്കെ നല്ല രീതിയിൽ തന്നെ പൊടി പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് നല്ല രീതിയിൽ തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കേണ്ടതാണ്. റൂമൊക്കെ നമ്മൾ എന്തായാലും വീക്ക്ലി വൺസ് എങ്കിലും ഇതുപോലെ ഒരു ഡീപ്പ് ക്ലീനൊക്കെ ചെയ്തെടുക്കേണ്ടതാണ്. ഇനിയിപ്പോൾ നമ്മൾ കട്ടിലിൻ്റെ അടിയിൽ വെച്ചിട്ടുള്ള ഓരോ സൂട്ട് കേസും എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതുപോലെ ഏതെങ്കിലും ഒരു തുണിയൊക്കെ വിരിച്ചിട്ടാണ് വെക്കൽ. അപ്പോൾ അതാകുമ്പോൾ ഡയറക്റ്റ് നമ്മുടെ പെട്ടിയിലൊന്നും അത്രയ്ക്ക് പൊടി പിടിക്കത്തില്ല. അപ്പോൾ നമുക്ക് ആ ഒരു ക്ലോത്തൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ തന്നെ മതിയാകും. ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു കട്ടിലിൻ്റെ അടിയിലും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ചെറിയ ബെഡ്റൂം ആണെങ്കിൽ നമുക്ക് ഫാമിലി കോട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചെറിയ 2 കോട്ട് ഇടുന്നതായിരിക്കും നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ എളുപ്പം. അപ്പോൾ എവിടെ തിരിഞ്ഞാലും നമ്മുടെ വാവയുടെ സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് തുടച്ചും കൂടെ എടുക്കാം. അപ്പോൾ നമ്മുടെ തുടക്കലൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ റൂമൊക്കെ ഫുള്ള് ഡസ്റ്റ് ഫ്രീ ആയി നല്ല വൃത്തിയായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ ഫേവറേറ്റ് പാർട്ടാണ് നമ്മുടെ ബെഡ്ഷീറ്റ് വിരിക്കലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാനും കൂടെ പോയി ഒന്ന് ഫ്രഷായി വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളൊരു കേർട്ടനാണ്. അപ്പോൾ ഒരു പീച്ച് കളറിലുള്ള ഒരു കേർട്ടനാണിത്. അപ്പോൾ ഞാനൊരു ലൈറ്റ് ബ്ലൂ ലൈറ്റ് ഗ്രീനൊക്കെ ആയിരുന്നു നോക്കിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് വേണ്ട ക്വാണ്ടിറ്റിയിൽ കിട്ടിയിട്ടില്ല. പിന്നെ കണ്ടത് ഇതാണ്. അപ്പോൾ ഈ ഒരു പീച്ച് ഷെയ്ഡാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പ്രാവശ്യം മേക്ക് ഓവർ ഞാൻ വൈറ്റ് ഒന്ന് മാറ്റി പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ കേർട്ടനൊക്കെ ഇവിടെ ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ആ ഒരു സിംഗിൾ വിൻഡോയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കേർട്ടൻ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഫ്ലോർ ലെങ്ത്തിലുള്ള കേർട്ടൻ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ചെറിയ ബെഡ്റൂമിലൊക്കെ അത് നല്ലൊരു എലോങ്ങേറ്റഡ് ലുക്ക് കിട്ടുന്നതാണ്. അതെപ്പോഴും ഞാൻ പറയണതാണ്. ആ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മളെ ഒരു റൂമിന് തന്നെ ഒരു നല്ലൊരു ലുക്ക് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഫ്ലോർ ലെങ്ത്തിലുള്ള കേർട്ടനാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ 2 കോട്ട് ഒരുമിച്ചിട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു ഈവൺ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു കംഫർട്ടാണ് വിരിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു കംഫർട്ട് ഞാൻ ഒന്ന് നീറ്റിൽ തന്നെ വിരിച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബെഡ്ഷീറ്റ് വിരിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ലൊരു നീറ്റ് ലുക്കിൽ നമ്മുടെ ബെഡ്റൂമൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരു നോർമൽ സാധാ ഒരു ബെഡ്റൂമിനെ നമുക്ക് നല്ലൊരു ലുക്കിലേക്ക് തന്നെ മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. അതിനുള്ള കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസ് ഒന്നിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് തന്നെ ഒരു ബെഡ്ഷീറ്റൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ റൂമൊക്കെ നല്ല രീതിയിൽ മാറിക്കിട്ടും. അപ്പോൾ ആ ഒരു ബെഡ്ഷീറ്റൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ മതിയാകും.
പിന്നെ 4 സൈഡിലും ബോർഡേഴ്സൊക്കെ വരുന്ന ബെഡ്ഷീറ്റൊക്കെയാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ കുഞ്ഞു റൂമൊക്കെ ആണെങ്കിൽ അത് കുറച്ചും കൂടെ ഒരു ചെറുതായിട്ട് നമുക്ക് തോന്നാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഒന്നുകിൽ ഫുള്ളായിട്ട് നമ്മുടെ ബെഡ്ഷീറ്റിൽ സെയിം പ്രിൻറ്റ് വരുന്ന രീതിയിലെടുക്കുക, അല്ലെങ്കിൽ നമുക്ക് പ്ലെയിനായിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ബെഡ്ഷീറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ബെഡ്ഷീറ്റ് വിരിക്കലും കർട്ടൻ ചേഞ്ച് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് കുറച്ച് ഡെക്കർ പീസ് ആഡ് ചെയ്യലാണ്. അപ്പോൾ ഒരു ലോ കോസ്റ്റിലൊക്കെ ഡെക്കർ പീസ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് മേക്ക് ഓവർ ചെയ്യുമ്പം അതൊക്കെ റീയൂസ് ചെയ്യണമെന്നില്ല. അതൊക്കെ വേണമെങ്കിൽ ഡിസ്കാർഡ് ചെയ്യാവുന്നതാണ്. കാരണം നമ്മളത് ലോ കോസ്റ്റിലാണ് ചെയ്തെടുക്കുന്നത്, നോ കോസ്റ്റിലാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കോസ്റ്റ്ലി ആയിട്ടുള്ള ഡെക്കർ പീസൊക്കെ ആണെങ്കിൽ പിന്നെ അത് നമുക്ക് റിമൂവ് ചെയ്ത് വെക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അത് നമുക്ക് റീയൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു ന്യൂ ലുക്ക് നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നതാണ്. കാരണം ഒരു സെയിം പ്ലേസ് തന്നെ എപ്പോഴും കണ്ടിരിക്കാൻ ആർക്കും ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ റൂംസിനൊക്കെ ഒരു നല്ല ലുക്കും ഇടയ്ക്കിടയ്ക്ക് ഒരു ചേഞ്ചും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെയുള്ള ഡെക്കർ പീസൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പം ഞാൻ പഴയൊരു സ്റ്റൂളാണിത്. അപ്പോൾ അതിലേക്ക് ഞാൻ യൂസ് ചെയ്യാണ്ട് വെച്ചിട്ടുള്ളൊരു കോട്ടാണ്. അപ്പോൾ അതിൽ നല്ല ത്രെഡ് വർക്കൊക്കെ വന്നിട്ടുള്ളൊരു കോട്ടാണിത്. അപ്പോൾ അതൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്, കെട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ക്ലോത്തൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെറിയ മുളക്ക ഉള്ളതുകൊണ്ട് അത് വലിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ വെച്ച് സാധനങ്ങളൊക്കെ വീഴാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ അങ്ങനെയുള്ളൊരു ക്ലോത്ത് ജസ്റ്റ് അടിയിൽ കെട്ടിയും കൂടെ കൊടുത്ത് സെക്യൂർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഡെക്കറിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു വിളക്കാണ്. അപ്പോൾ ഇതൊരു പഴയ വിളക്കാണ്. അപ്പോൾ ഞാനിതൊന്ന് മെറ്റൽ സ്പ്രേ പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് റൂമിലേക്കൊരു ഡെക്കർ പീസായിട്ട് റീയൂസ് ചെയ്യാം. ഇനി നമുക്കിതിൻ്റെ ഗ്ലാസ്സൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അതും കൂടെ കഴിഞ്ഞിട്ട് നമ്മളിതിലേക്ക് ബാറ്ററി ലൈറ്റാണ്, സ്ട്രിങ് ലൈറ്റില്ലേ, അതാണ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഗ്ലാസ് പോർഷനിലേക്ക് നമ്മൾ ആ ഒരു ബാറ്ററി ലൈറ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ സ്വിച്ച് ഭാഗങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പുറത്ത് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലാസിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ട് വേറെ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ ബോൾസൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പോർഷനും കാണാണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു ഫോമിലാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു പ്ലാന്റും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു നൈറ്റ് ലുക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു വാൾ ഡെക്കറിൻ്റെയും കൂടെ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഒരു പേപ്പറിലേക്ക് ഒരു സീനറിയാണ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ബെഡ്റൂം തീമിനനുസരിച്ചുള്ള ഒരു കളർ വെച്ചിട്ടാണ് ആ ഒരു സീനറി റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബെഡ്റൂം മേക്ക് ഓവർ ഫുള്ളായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സീനറി ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പെയിൻറ്റിങ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതൊരു ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കാർഡ്ബോർഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിലായിട്ട് ഞാനിതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ സൈഡ് ബോർഡർ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് എൻ്റെ കയ്യിലുള്ള ഒരു ലേസും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ബോർഡറും കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഈ ഒരു ഗോൾഡൻ ലേസ് ആയിരുന്നു ഉള്ളത്. അപ്പോൾ ബ്ലാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒട്ടിച്ചു കൊടുത്താലും മതിയാകും. പിന്നെ അതുപോലെ ലേസ് ഇല്ലെങ്കിൽ നമുക്കൊരു തിൻ കാർഡ്ബോർഡ് ഷീറ്റ് തന്നെ സൈഡിലേക്ക് പെയിൻറ്റ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്താലും മതിയാകും. ഇനിയിപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഞാൻ ഡബിൾ സൈഡ് ടാപ്പാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് വാളിൽ ഫിക്സ് ചെയ്യാം.
അപ്പോൾ ഇതാണ് നമ്മുടെ ബെഡ്റൂം മേക്ക് ഓവറിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്